കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ദാൽ മഖനി ഉണ്ടാക്കാമേ. പരിപ്പ് ഇത് തൊലിയുള്ളത് പൊട്ടാത്തത് ഉഴുന്ന് പരിപ്പ് ഞാൻ ഈ പാത്രത്തിന് ചെറിയൊരു പാത്രത്തിന് ഇത്രയും എടുത്തേ, ഇത്രയും. പിന്നെ ഇത് ഇവിടെയൊക്കെ ഡൽഹിയിലൊക്കെ രാജമേന്ന് പറയുക, ഇത് നമ്മുടെ നാട്ടിലെന്തോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതാണ് ഈ ഇതൊരു തരം വലിയ പയറല്ലേ, ഇതാണ് ഇത്. രാജമ്മയാണ്. ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഈ കുക്കറിനകത്തോട്ട് ഞാൻ ഇത് ഇടുകയാണ്. ഇതിട്ട് ഇതിനകത്ത് നമുക്ക് വെള്ളം കുറച്ചുകൂടി ഒഴിക്കണം. അത് ഞാൻ ഒഴിക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു മസാലക്കകത്ത് മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളൊരു ശകലം ഇത്രയും 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടിയാണ് ഇത്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പും ഒത്തിരി കൂടുതൽ ഇടണ്ട. ഞാൻ അതേൻ്റെ നമ്മൾ മസാലയിലും ഇടുമല്ലോ, അപ്പൊ ഇത് 1/2 സ്പൂണിന്റെ ഒരു ശകലം കൂടിയാണ് കേട്ടോ. ഇത് ഇത്രയും. പിന്നെ ഇടേണ്ടത് ഇത് മഞ്ഞപ്പൊടിയാണ്, 1/2 സ്പൂണ്. ഇത്രയും സാധനം ഇട്ട് നമുക്ക് ഇതിനകത്ത് മസാല വേണമെങ്കിൽ ഇടാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഗ്രാമ്പൂ, സിന്നമൺ, അതൊക്കെ കൂടെ നമുക്ക് ശകലിച്ച് ഇടാമേ. അതും കൂടെ ഇട്ട് നമുക്ക് ഇത് വിസിലടിക്കാൻ വെക്കാം. അപ്പൊ ഞാൻ ഇതൊരു 5-6 എണ്ണം ഇങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് കേട്ടോ, 5-6 എണ്ണം. അപ്പം ഗ്രാമ്പ് ഇത് ഞാനൊരു ശകലം ഒടിച്ചിടുകയാണ്. പിന്നെ ഇത് നമ്മളുടെ ജാതിക്കയുടെ കുരുവിന്റെ പുറത്തുള്ള ഒരു തൊലിയില്ലേ, അതാണ്, അതും ഇട്ടു. പിന്നെ ഇനി ഞാൻ എന്തുവാ പറയുന്നത്, ബേ ലീവ്സ് അത് 2 എണ്ണം ഞാൻ ഇടും. ഇത്രയും സാധനം ഇട്ട് പിന്നെ ശകലം കുരുമുളകും കൂടെ, പൊടിക്കാത്ത കുരുമുളക്, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാമേ. ഇത്രയും കുരുമുളകും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് കേട്ടോ. കുരുമുളക് ഇട്ടില്ലേലും കുഴപ്പമില്ല, നമ്മുടെ വായിൽ വരുമല്ലോ, പൊടിക്കാതെ വരുമ്പം ഇടുന്നതുകൊണ്ട് ഇട്ടില്ലേലും കുഴപ്പമില്ല. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. ഇത് 2 എണ്ണം ഇട്ട് ഞാൻ കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിത് വിസിലടിക്കാൻ വെക്കുവേ. അപ്പത്തേന് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്ന എന്തോരാണെന്ന് കാണിച്ചു തരാം. നമുക്കിതൊരു 3 അല്ലെ 4 വിസില. ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്, ഞാനത് പറഞ്ഞു തരാം. സോഡാപ്പൊടിയെ കറി സോഡാപ്പൊടിയാണ് ഇത് ഞാൻ സ്പൂണും കൊണ്ടൊന്നും അല്ല കാണിക്കുന്നത്. ഇത് ഇത്രയാണ്, ഒരു 1/2 സ്പൂണ് കേട്ടോ. 1/2 സ്പൂണ്, ചെറിയ സ്പൂണിൽ, വളരെ ചെറിയ സ്പൂണിന് 1/2 സ്പൂണാണ് ഇടേണ്ടത്. അപ്പൊ ഞാനിത് ഇങ്ങനെ അങ്ങിട്ടല്ലോ. അപ്പം വെള്ളം നമുക്കൊരു 4 വിസിലടിക്കണ്ടേ. എന്നാൽ ഒത്തിരി വെള്ളം ആകുകയും ചെയ്യരുത്, ഇത് വേകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് ഗ്യാസ് ഓണാക്കി അടപ്പടച്ച് ഓണാക്കി വെക്കാൻ പോവുകയാണ്. അപ്പം ദാൽ മഖനിക്ക് അരപ്പെന്നാ ചേർക്കുന്നത് ഞാൻ പറയാം. ഒരു സവാള, പിന്നെ ഒരു വലിയ ഇത് തക്കാളിക്ക. ഇത് ഞാനിപ്പോൾ അരച്ചെടുക്കുവേ, കാരണം അത് കഷ്ണം പോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് 1 സ്പൂൺ ഇടുവേ. പിന്നെ ഒരു 5-6 മുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. മുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുളകും അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടി, ശകലം ഗരം മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാമ്പൂവും സിന്നമനും എല്ലാം കൂടെ പൊടിക്കുന്ന ഒരു പൊടിയില്ലേ, അതാണ് വേണ്ടത്. അല്ലാതെ ഇറച്ചിപ്പൊടിയൊന്നുമല്ല അത്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി വേണ്ട കേട്ടോ, മഞ്ഞപ്പൊടി ഒട്ടും വേണ്ട. പിന്നെ ശകലം ഉപ്പ് വേണം ഇതിനകത്തോട്ട്. ലാസ്റ്റിൽ നമ്മൾ ക്രീം വേണേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പാലിന്റെ പാട എടുത്ത് വെച്ച് ക്രീം ഉണ്ടാക്കാറുണ്ടെന്ന്. അപ്പൊ എനിക്കിവിടെ അവൈലബിൾ ആണ്. ക്രീം വേണം, പിന്നെ കുറച്ച് ബട്ടർ, ഇത്രയും സാധനം വേണം. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് മുറിക്കാം, ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ബാക്കി സാധനം കാണിക്കാം. ഇവിടെ നമ്മുടെ ചീനച്ചട്ടി വെച്ച് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയേ, ചൂടാവുന്നുണ്ട്. അപ്പം ഞാനൊരു 2 സ്പൂണ് എണ്ണ, ഒത്തിരി ഒഴിക്കണ്ട, 2 സ്പൂൺ എണ്ണ മതിയേ, സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട്. എണ്ണ വളരെ കുറച്ച് ഒഴിച്ചിരിക്കുന്നത്, അത് ഞാൻ സ്പൂണിന് ഒഴിച്ചില്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആദ്യം ഇടേണ്ടത് ഇതാണ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇത് ഞാനൊരു ലൂസായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും, ഒത്തിരി ടൈറ്റായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് 1 സ്പൂൺ അങ്ങ് ഇടുകയാണ്. എണ്ണ ചൂടായേ, അതുകൊണ്ടാണ്. ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണേ, ചോട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട്
കളർ ഒരു ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞില്ലേ അതിട്ട് കൊടുക്കാമേ. വേണ്ട കണ്ടോ കളർ ചേഞ്ച് ആവുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് സവാള ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാമേ. ഒത്തിരി വഴറ്റണ്ട. പിന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റണേ. സവാളയുടെ ആ പച്ച ഒരു ടേസ്റ്റ് ഇല്ലേ അതൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട. അപ്പം നമുക്കിത് ഇങ്ങനെ ചെയ്ത് അപ്പത്തേനും നമുക്ക് ഇതിനകത്ത് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മൾ ആദ്യം ഉപ്പിട്ടിരുന്നതാണല്ലോ, അപ്പം അതനുസരിച്ച് ഉപ്പിടണം കേട്ടോ. ഞാൻ ഒരു 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളുടെ ഈ കശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ. അത് പിന്നെ ഇത് തക്കാളിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, തക്കാളിക്ക് അരച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് അപ്പത്തേനും ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഗ്യാസ് ഇവിടെ ഫുള്ളിലാണ്, സ്ലോ കുറച്ച് വെച്ചത് ഞാൻ. എന്നിട്ട് നമുക്ക് ഈ മുളകെല്ലാം ഒന്ന് നടുവെ കീറി വെക്കണേ. ഇങ്ങനെയാണ് നടുവെ കീറുന്നത്. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അങ്ങ് മുളക് ഇവിടെ ഞാൻ മുറിച്ചു. ഇഞ്ചിയുടെയാണ്. ഇഞ്ചി നമുക്ക് എങ്ങനെ അരിയേണ്ടത് എന്നോ നീളത്തിലാണ് വേണ്ടത്. കനം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാമേ. അപ്പൊ ഇത് നമുക്ക് മുറിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴേ ഇങ്ങനെ ഒന്ന് നീളത്തിലാക്കണം. ഇങ്ങനെ നീളത്തി മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചിട്ട് ഇടയ്ക്കൊന്ന് മുറിച്ചു കഴിഞ്ഞാണ്ടല്ലോ അത് എങ്ങനെയാവും കാണിച്ചു തരാം. ഇത് മുളക് ഇങ്ങനെ, ഇഞ്ചി ഇങ്ങനെ. ഇത് നമ്മളുടെ ലാസ്റ്റിൽ ഇടേണ്ട ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഇടണ്ട. അപ്പൊ നമ്മളുടെ ഇതൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളിക്ക ചേർക്കാമേ. തക്കാളിക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കേട്ടോ. ഇതിനകത്ത് ഒരു ശകലം വെള്ളം ചേർത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാമേ. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയും കൂടെ ഇടാമേ. പിന്നെ ഇടേണ്ടത് മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ഇടും. ഒരു സ്പൂണ് മുട്ട ഇടാം. മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ഇടുവാണ്. ഒരു സ്പൂൺ ഇട്ടു. മുളക് പൊടി ഇട്ടിട്ട് ഞാൻ 1/2 സ്പൂണ് ഞാൻ മസാലപ്പൊടി ഇട്ടേ. മസാലപ്പൊടി ഞാൻ എല്ലാം കൂടെ കൂടി പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് 1/2 സ്പൂൺ ഇട്ടേ. അതും കൂടി ഇട്ട് നമ്മളിത് വഴറ്റി എണ്ണ പൊങ്ങി വരുന്ന പോലെ വരുമ്പം നമുക്ക് ഞാൻ ഇവിടെ കുക്കർ സീറ്റി അടിച്ച് വെച്ചിരുന്നത് ദാൽ മഖനിയുടെ ഇത് കണ്ടോ, ഇതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ചാറ്, അധികം ചാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്, കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ആദ്യമേ. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദാൽ മഖനി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ദാൽ മഖനിയെ നമ്മളൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് മേടിക്കുന്നത്. ഇത് നല്ലപോലെ തിളക്കട്ടെ. ഇതിനകത്ത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഈ കൊഴുത്തിരിക്കുന്ന കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കൊരു ശകലം ബട്ടറും പിന്നെ ക്രീമില്ലേ, അത് ഞാൻ വെളിയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് നല്ലപോലെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് ചേർത്താൽ മതി. ഇതിൻ്റെ തിക്നെസ് കണ്ടോ, ഇങ്ങനെ അധികം ചാറുമില്ല, അധികം ടൈറ്റും അല്ലാത്തൊരു ടൈപ്പ്. കുറച്ചൊരു കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ടൈറ്റ് ആകും. അതുകൊണ്ട് ഞാനിതങ്ങ് ഗ്യാസ് നിർത്തി വെക്കുവാണ്. ഗ്യാസ് നിർത്തി വെച്ചു. ബട്ടർ ഞാൻ ഇത്രയും ചേർക്കുകയാണ്. ഇതുണ്ടോ, ബട്ടർ ഇത്രയും ചേർത്ത് ഞാൻ ഇത്രയും ബട്ടർ ചേർത്തു. ഇനി നമുക്ക് ക്രീം ഇടാം. ക്രീം കണ്ടോ, ഇത് ഞാൻ മെൽട്ടാക്കിയേ. അപ്പം ഞാനൊരു 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ക്രീം ഇതിൽ വേണം കേട്ടോ, ക്രീം ഇല്ലാതെ പറ്റത്തില്ല. കൂടുതലാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ വേണ്ട ക്രീം ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് ക്രീമെന്ന് ഞാൻ ഗ്യാസ് നിർത്തി വെച്ചിരിക്കുവാണ്. ക്രീം ഇടുമ്പോൾ ഗ്യാസ് നിർത്തിയിട്ട് വേണം ഇടാൻ. ദാൽ മഖനി റെഡി. വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്ത ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നത് വരെ ഓക്കെ, ബൈ ബൈ.